സമയമായി. സമയമായി എന്ന ചാനലിലേക്ക് സ്വാഗതം. താങ്കൾ സ്വയം ഒന്ന് പരിചയപ്പെടുത്താവോ? എൻ്റെ പേര് മിഥുൻ വിൽവെറ്റ്. സന്തോഷ് ട്രോഫി, കേരളത്തിൻ്റെ സന്തോഷ് ട്രോഫി ഗ്രാമമായ പൊഴിയൂർ പരുത്തിയൂർ നിവാസിയാണ് ഞാൻ. AG ഓഫീസ്, അക്കൗണ്ടൻറ്റ് ജനറൽ ഓഫീസ്, ട്രിവാൻഡ്രം സ്ഥാപനത്തിലെ സീനിയർ ഓഡിറ്റർ ജീവനക്കാരനാണ്. സ്പോർട്സ് കോട്ട വഴിയാണ് നമുക്ക് ആ ജോലി ലഭ്യമായത്. താങ്ക് യു. ഫുട്ബോൾ ജീവിതം എവിടെ നിന്നാണ് തുടങ്ങിയത്? ആദ്യകാലത്തെ ഫുട്ബോൾ ഓർമ്മകൾ എന്തെങ്കിലും പങ്കുവയ്ക്കാനുണ്ടോ? എൻ്റെ ഫുട്ബോൾ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഇവിടെ നിന്ന് തന്നെയാണ്. ഈ മണൽ, ഇത് പൊഴിക്കര പ്രദേശമാണ്. എൻ്റെ ഫസ്റ്റ് കരിയർ തന്നെ സ്റ്റാർട്ട് ചെയ്ത്, കരിയർ മീൻസ് എൻ്റെ ബോൾ തട്ടി തുടങ്ങുന്നത് തന്നെ നമ്മൾ ഈ മണലിൽ നിന്നാണ് ബോൾ തട്ടി തുടങ്ങുന്നത്. അപ്പോൾ ഈ കടലിൻ്റെ ഒരു എന്താ പറയുക, ഒരു സപ്പോർട്ട് എൻ്റെ ജീവിതത്തിലുടനീളം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. മീൻസ് ഈ മണലിൽ കൂടെ കളിച്ചിട്ടാണ് കുറച്ചുകൂടെ നമുക്ക് മറ്റുള്ളവരിൽ നിന്നും കുറച്ച് വ്യത്യസ്തനാകാനായിട്ട് കഴിഞ്ഞത്. അതിനെന്നെ ഒരുപാട് സഹായിച്ചത് ഈ മണലാരണ്യങ്ങൾ എന്നതാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്കൂൾ തലത്തിലാണ്. സ്കൂൾ തലത്തിൽ 10th സ്കൂൾസ് ട്രിവാൻഡ്രം ചാമ്പ്യൻസായി. 10th +1 +2. ഞാൻ +1 +2 പഠിച്ചത് 10th പഠിച്ചത് സെൻറ്റ് മാത്യൂസ്, ഇവിടെ തന്നെ പൊഴിയൂർ സ്കൂളാണ്. അത് കഴിഞ്ഞിട്ട് എൻ്റെ സ്റ്റഡീസ് പുല്ലുവിള ലിയോ 13-ലായിരുന്നു. അവിടുന്ന് LNCP-ലോട്ട് ഡിഗ്രി പഠനം അവിടെ തന്നെയായിരുന്നു. ഡിഗ്രി പിന്നെ PG അതെല്ലാം അവിടെ തന്നെയായിരുന്നു. അപ്പോൾ അതിലൂടെയാണ് ഞാൻ എൻ്റെ കരിയർ ഞാൻ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോയത്. എന്നെ ആദ്യഘട്ടത്തിൽ എൻ്റെ ഗുരു, അതല്ലെങ്കിൽ എന്നെ ഈ ഒരു സ്റ്റേജിലോട്ട് കൈപിടിച്ച് കൊണ്ടുവന്നത് എൻ്റെ ഒരു കോച്ച് ബോണിഫസ് അലക്സ്. ഹീസ് ആൻ ടൈറ്റാനിയം പ്ലെയറാണ്. ടൈറ്റാനിയത്തിൻ്റെ പ്ലെയർ, മുൻ സന്തോഷ് ട്രോഫി താരമാണ് പുള്ളി. അപ്പോൾ പുള്ളിയാണ് നമ്മുടെ ഒരു റോൾ മോഡലായിട്ട് കണ്ടത്. പുള്ളിയുടെ ഒരു എന്താ പറയുക, ശൈലി, അതാണ് ഞാൻ പിന്തുടരുന്നത്. അദ്ദേഹത്തിൻ്റെ ഷൂട്ടിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഫിസിക്, അത് ഉടനീളം എൻ്റെ കളിയിലുടനീളം അത് പ്രതിഫലിപ്പിക്കുവാനായിട്ട് ഞാൻ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് മുന്നോട്ട് വരുന്നത്. ഈ ഒരു ഫുട്ബോളിലൂടെ മുന്നോട്ട് വരുന്നത് അതുകൊണ്ടാണ്. പിന്നെ ഈ ഒരു മണ്ണിന്, പൊഴിയൂർ എന്ന മണ്ണിന് ഫുട്ബോളിൻ്റെ ഒരു വലിയൊരു സപ്പോർട്ടുണ്ട്. ഫുട്ബോളിന് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ, ഫുട്ബോൾ മാത്രമായിട്ട് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സപ്പോർട്ടുള്ളത് കൊണ്ട് എനിക്ക് കുറച്ചുകൂടെ എൻ്റെ കരിയറിൽ കുറച്ചുകൂടെ ഒരു സപ്പോർട്ട് എനിക്ക് ഇവിടെ നിന്നും എൻ്റെ നാട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ താങ്കളെ സന്തോഷ് ട്രോഫി ടീമിലേക്ക് തിരഞ്ഞെടുത്തപ്പോഴുള്ളൊരു അനുഭവം എങ്ങനെയായിരുന്നു? സന്തോഷ് ട്രോഫി ഞാൻ ആദ്യമായി ബൂട്ടണിയുമ്പോൾ, ഞാൻ എൻ്റെ സംസ്ഥാനത്തിന് വേണ്ടി Under 21 കേരളത്തിന് വേണ്ടി ബൂട്ടണിയുന്നത് ഗോവയിൽ വെച്ചിട്ടാണ്. ആ ജേഴ്സി ഇടുമ്പോൾ ഒരു വികാരം തന്നെയാണ്. നമ്മുടെ നാടിന് വേണ്ടി, നമ്മുടെ സ്വന്തം നാടിന് വേണ്ടി കളിക്കാൻ പറ്റുക എന്നത് ഏതൊരു പ്ലെയറിൻ്റെയും വികാരം തന്നെയാണ്. നമ്മുടെ സ്വപ്നങ്ങൾ ഇനി അടുത്തൊരു തലത്തിലോട്ട് പോകാനുള്ള ഒരു ഇൻസ്പിറേഷനാണ് ആദ്യമായിട്ട് നമുക്ക് കേരളത്തിന് വേണ്ടിയിട്ട് ജേഴ്സി അണിഞ്ഞപ്പോൾ ഉണ്ടായത്. നല്ല പെർഫോമൻസ് ആയിരുന്നു. നമ്മൾ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു. 9 ഗോളുകളൊക്കെ സ്കോർ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് ഹിമാചൽ പ്രദേശിന് വേണ്ടി സന്തോഷ് ട്രോഫി കളിക്കുകയുണ്ടായി. പിന്നെ അത് കഴിഞ്ഞ് ചണ്ഡീഗഡ് ടീമിൻ്റെ ടോപ്പ് സ്കോററായി ചണ്ഡീഗഡ് ടീമിന് വേണ്ടി 2019 വീണ്ടും കളിക്കുകയുണ്ടായി. 2021 കളിക്കും. അതാണ് സന്തോഷ് ട്രോഫി കളിച്ചതിൻ്റെ ഒരു എക്സ്പീരിയൻസ്. താങ്ക് യു. അപ്പോൾ കരിയറും ജീവിതവും, അതായത് ഫുട്ബോൾ ജീവിതവും എങ്ങനെ കൊണ്ടുപോകുന്നു മുന്നോട്ട്? ആക്ച്വലി ഈ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുക എന്നത് തന്നെയായിരുന്നു ഞാൻ ചെയ്തത്. ഈ ഒരു ഫുട്ബോൾ എന്നത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റിയപ്പോൾ എനിക്കതിലൊരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എല്ലാ ദിവസവും പ്രാക്ടീസ്, ഒരു ദിവസം കടന്നു പോകുമ്പോൾ തന്നെ എല്ലാ ദിവസത്തെയും ഒരു പ്രാക്ടീസിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ മാച്ചസ് എന്ന രീതികളിലൂടെ പോകുമ്പോൾ അതൊരു മൈൻഡിനൊരു വളരെ വെൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു രീതിയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ഓരോ ദിവസവും കടന്നു പോകും തോറും അതിനൊരു മാറ്റം വരുത്താതെ പ്രാക്ടീസും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയതുകൊണ്ടാവും കുറച്ച് ഫുട്ബോളിലൂടെ കുറച്ച് നല്ല കാര്യങ്ങൾ, അല്ലെങ്കിൽ ഫുട്ബോളും എൻ്റെ ലൈഫുമായിട്ട് വളരെ ഇൻറ്ററാക്ട് ചെയ്ത് പോകാനായിട്ട് എനിക്ക് സാധിച്ചത്. ഓക്കെ, അപ്പോൾ സന്തോഷ് ട്രോഫി പോലുള്ള വലിയ ടൂർണമെൻറ്റിലെ സമ്മർദ്ദം എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ സാധിച്ചത് താങ്കൾക്ക്? സന്തോഷ് ട്രോഫി മത്സരങ്ങൾ ആക്ച്വലി ഞാൻ കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയതിനു ശേഷമാണ് ഞാൻ സന്തോഷ് ട്രോഫി മത്സരങ്ങളിലൂടെ കടന്നുപോയത്. അപ്പോൾ എനിക്ക് ആ എക്സ്പീരിയൻസ് വളരെയധികം ഗുണം ചെയ്തു. എൻ്റെ സമ്മർദ്ദങ്ങൾ അതിജീവിക്കാനായിട്ട് വളരെയധികം ഗുണം ചെയ്തു. ഞാൻ സന്തോഷ് ട്രോഫി ആദ്യം കളിക്കുന്നത് ഹിമാചൽ പ്രദേശിന് വേണ്ടിയിട്ടാണ്.
അപ്പോൾ നല്ലൊരു മത്സരം കാഴ്ചവെക്കാനായിട്ട് ആ എക്സ്പീരിയൻസ് എന്നെ സഹായിച്ചു. ഒരുപാട് എൻ്റെ CAG ടീം സെൻട്രൽ ടീമിലെ AG ഓഫീസിൻ്റെ സെൻട്രൽ ടീമിലെ പ്ലേയേഴ്സ് ഒരുപാട് എൻ്റെ ടീമിലുണ്ടായിരുന്നു. അപ്പോൾ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് കളിക്കാൻ പറ്റിയപ്പോൾ എനിക്ക് ഈസിലി ആ സമ്മർദ്ദത്തിനെ അതിജീവിക്കാൻ, ആദ്യമായി കളിക്കുന്നു എന്നൊരു സമ്മർദ്ദം അതിജീവിക്കാനായിട്ട് എനിക്ക് സാധിച്ചു. ഓക്കെ. കേരളത്തിന് വേണ്ടി കളിച്ചപ്പോൾ നിങ്ങളുടെ റോൾ അഥവാ പൊസിഷൻ എന്തായിരുന്നു? കേരളത്തിന് വേണ്ടി കളിക്കുമ്പോൾ ഞാൻ ഫോർവേഡ് പൊസിഷനായിരുന്നു. എൻ്റെ പൊസിഷൻ ആദ്യം തന്നെ അരുണാചൽ പ്രദേശുമായിട്ടായിരുന്നു ആദ്യം മാച്ച് വന്നിരുന്നത്. അപ്പോൾ ഗോവയിൽ വെച്ചായിരുന്നു മാച്ച് നടന്നത്. അപ്പോൾ നമ്മൾ ഒരു ഗോളിന് പിന്നിലായിരുന്നു ഫസ്റ്റ് ഹാഫിൽ. സെക്കൻഡ് ഹാഫിൽ നമ്മൾ ഒരു 6 ഗോൾസിന് നമ്മൾ 6-1 എന്ന നിലയിൽ നമ്മൾ ജയിക്കുമായിരുന്നു. അപ്പോൾ അതിൽ ഹാട്രിക് നേടാൻ കഴിഞ്ഞതും ഈ ഒരു എന്താ പറയുക കേരളത്തിൻ്റെ ടീമിനെ നമുക്ക് മുന്നിലെത്തിക്കാൻ കഴിഞ്ഞതും ഈ ഒരു പൊസിഷനിൽ ആയതുകൊണ്ട് എനിക്കത് എനിക്ക് വളരെ ഒരു സംതൃപ്തി തോന്നുന്ന ഒന്നാണ്. അതായത് ഈ ഒരു ഫോർവേഡ് ലൈനിലാണ് ഞാൻ ഇതുവരെ ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ട്രൈക്കേഴ്സ് ബോൾ സ്ട്രൈക്ക് ചെയ്യുക, ഗോൾ നേടുക എന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഫുട്ബോളിനകത്ത് ഏറ്റവും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം. മാക്സിമം പരമാവധി ഗോൾ സ്കോർ ചെയ്യുക. അത് തന്നെയാണ് നമ്മുടെ ടീമിനെ വിജയിക്കുന്നതിലും അത് സഹായിക്കും എന്ന് എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. കരിയറിൽ ഇതുവരെ നേരിട്ട ഏറ്റവും കഠിനമായ മത്സരം ഏതാണ്? നമ്മൾ ആക്ച്വലി എല്ലാ മത്സരങ്ങൾക്കും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. ഓരോ മത്സരത്തിന് ഇറങ്ങുമ്പോഴും അത് വളരെ സിമ്പിളായിട്ട് കരുതാറില്ല, വളരെ പ്രാധാന്യം തന്നെ കൊടുക്കാറുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ ഈ സെമി ഫൈനൽസ് നമുക്ക് പഞ്ചാബുമായിട്ടായിരുന്നു കേരളത്തിന് വേണ്ടി കളിക്കുന്ന സമയത്ത്. ആ സമയത്ത് നമ്മുടെ പ്ലേയേഴ്സിന് എല്ലാവർക്കും നമുക്ക് ആ മാച്ച് ജയിച്ചാൽ മാത്രമേ നമുക്ക് ഫൈനൽസിലോട്ട് കടക്കുകയുള്ളൂ. പക്ഷെ നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും കൂടെ അന്ന് കുറച്ച് ശാരീരിക പ്രശ്നങ്ങളൊക്കെ പിടിപെട്ടു. അങ്ങനെ നിന്ന സമയത്ത് നമുക്ക് വളരെ 11 പേരില്ല 10 പേരായിട്ട് കളിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായി. അത് നമ്മൾ നല്ല രീതിയിൽ കളിച്ച് ഫൈനൽസിൽ എത്താൻ പറ്റില്ല, നിർഭാഗ്യവശാൽ നമുക്കത് തോറ്റു. അത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു മത്സരമായിട്ട് എനിക്ക് ഇപ്പോഴും, അത്രയ്ക്കും അതിൻ്റെ അകത്ത് നമ്മൾ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മത്സരമായിരുന്നു പഞ്ചാബ് വേഴ്സസ് കേരള എന്നൊരു മത്സരം. വളരെ മറക്കാൻ പറ്റാത്ത, വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു മത്സരമായിട്ട് എനിക്ക് തോന്നുന്നു. കേരളത്തിൽ മറക്കാനാവാത്ത ഒരു ഗോൾ അല്ലെങ്കിൽ ഒരു നിമിഷം ഏതെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? കേരളത്തിൽ മറക്കാനാവാത്ത നിമിഷം എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം ഓടിയെത്തുന്നത് ഞാൻ AG ഓഫീസിന് വേണ്ടി കളിക്കുമ്പോൾ നമ്മൾ ആദ്യമായി 40 വർഷത്തിന് ശേഷം നമ്മൾ ക്ലബ് ചാമ്പ്യൻഷിപ്പ് കിരീടം സ്വന്തമാക്കിയതാണ്. അത് അരീക്കോട് വെച്ചിട്ടായിരുന്നു ആ മത്സരം. ക്ലബ് ചാമ്പ്യൻഷിപ്പിൻ്റെ കിരീടം AG ഓഫീസ് 40 വർഷത്തിന് ശേഷം നേടുമ്പോൾ അതിലെ മുഖ്യ പങ്ക് വഹിക്കാനായിട്ട് സാധിച്ചു. ഏകദേശം 14 ഗോളുകൾ സ്കോർ ചെയ്യാനായിട്ട് ആ ടൂർണമെൻറ്റിൽ സാധിച്ചതാണ്. അവിടെ മലപ്പുറം ഫുട്ബോൾ ആരാധകരുടെ മണ്ണിൽ നല്ലൊരു മത്സരം കാഴ്ച SBTയും AG ഓഫീസും ആയിരുന്നു ആ സമയത്ത് ഫൈനലിൽ വന്നത്. പെനാൽറ്റിയിലൂടെ ആയിരുന്നു വിജയമെങ്കിലും വളരെ നല്ലൊരു മുഹൂർത്തമായിരുന്നു, മറക്കാനാവാത്തൊരു മുഹൂർത്തമായിരുന്നു അത് കേരളത്തിൽ. ഒരു സന്തോഷ് ട്രോഫി താരം പാലിക്കേണ്ട ഡയറ്റും ജീവിത രീതിയും എങ്ങനെയാണ്? സാധാരണ ദിവസത്തെ നിങ്ങളുടെ ട്രെയിനിങ്ങും ഡയറ്റും എങ്ങനെയാണെന്നൊന്ന് പറയാം. നമുക്ക് ഈ ഫുഡിൻ്റെ രീതിയിൽ ഇപ്പോഴത്തെ തലമുറയ്ക്കും പഴയ തലമുറയ്ക്കും ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ ഒരുപാട് ന്യൂട്രീഷൻ ഫുഡ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. അത് ഡയറ്റിന് വലിയ രീതിയിൽ ഡയറ്റും അവരുടെ ഫിസിക്കിനും വലിയ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് അത് സഹായിക്കുന്നുണ്ട്. പക്ഷേ മുൻകാലഘട്ടങ്ങളിൽ അങ്ങനെ അല്ലായിരുന്നു. നമുക്കെന്നാലും ഒരു ഡയറ്റ്, ഒരു കൃത്യമായ ട്രെയിനിങ്ങും അതിനനുസരിച്ചുള്ള ഡയറ്റും സ്വീകരിക്കേണ്ടത് നമ്മുടെ തന്നെ കടമയാണ്. ഇപ്പോൾ വരുന്ന പ്ലേയേഴ്സിനും അവർ തന്നെ പേഴ്സണലി ആ ഡയറ്റ് നല്ല രീതിയിൽ എടുത്താൽ മാത്രമേ ഇഞ്ചുറികളിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ. കാര്യം ഒരുപാട് ഇഞ്ചുറീസ് പിടിവിട്ട് നല്ല കളിക്കാർ പുറത്തു പോകുന്ന ഒരു സന്ദർഭം മീൻസ് ഒരു സീസണാണ് ഇപ്പോഴൊക്കെ. അപ്പോൾ വളരെ നന്നായിട്ട് കളിച്ചു വരുന്ന പ്ലേയേഴ്സ് ഒത്തിരി അതിൻ്റെ ഹയറിൽ എത്താതെ പോകുന്നതിന് ഒരേ കാര്യം ന്യൂട്രീഷൻ ഫുഡിൻ്റെ പോരായ്മയാണ്. അപ്പോൾ ഞാൻ ചെയ്തിരുന്ന ഡയറ്റ്, ഞങ്ങൾ പ്രാക്ടീസ് സെക്ഷൻ അതിന് മുന്നേ ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചതിന് ശേഷം മാത്രമാണ് പ്രാക്ടീസ് സെക്ഷൻ ഇറങ്ങുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടേതായിട്ടുള്ള എല്ലാ ഫുഡും വാരി വലിച്ച് കഴിക്കുന്നതിന് പകരം സെലക്റ്റീവായിട്ടുള്ള ഫുഡ്സ്, നമുക്ക് പ്രോട്ടീൻ അതുപോലുള്ള കാര്യങ്ങൾ, നമ്മുടെ ശരീരത്തിന് എന്താണ് ബെറ്ററായിട്ട് തോന്നുന്നത് അത് സെലക്റ്റീവായിട്ടുള്ള ഫുഡ്സ് നമ്മൾ തീരുമാനിച്ച് അത് കഴിക്കാനായിട്ട് ശ്രമിക്കുക. മറ്റ് അഡൾട്രേഷനായിട്ട് ഉൾപ്പെടുത്തിയ ഫുഡുകളൊന്നും കഴിക്കാതിരിക്കുക. അതായിരിക്കും ഒരു ബെറ്റർമെൻറ്റ്, നമ്മുടെ ഫുട്ബോൾ കരിയർ ഡെവലപ്മെൻറ്റിന് സഹായിക്കുന്നതായിരിക്കും.
ആ, പരിക്ക് അഥവാ ഇഞ്ചുറി ഒരു കായിക താരത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ്. പരിക്കേറ്റ സമയങ്ങളിൽ മാനസികമായി എങ്ങനെയാണ് തിരിച്ചു വന്നത്? മേജർ ടൂർണമെൻറ്റ്സിനിടയിൽ പരിക്ക് പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വലിയൊരു സമ്മർദ്ദം തന്നെയാണ്. നമ്മൾ കളിക്കുന്ന ആ പൊസിഷനിൽ നമുക്ക് കളിക്കാൻ പറ്റാതെ വരിക, നമ്മൾ അടുത്ത മത്സരങ്ങളിൽ നമ്മൾ ബെഞ്ചിലിരിക്കേണ്ടി വരിക എന്ന് പറയുന്നത് വളരെ ഈ പരിക്ക് കൊണ്ടുണ്ടാകുന്ന വലിയൊരു സമ്മർദ്ദം തന്നെയാണ്. അതിനെ അതിജീവിക്കുക എന്ന് പറയുമ്പോൾ റെസ്റ്റ് എടുക്കുക, പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുത്ത് ആ പരിക്കിനെ പൂർണ്ണമായിട്ട് മാറിയതിന് ശേഷം മാത്രം ഗ്രൗണ്ടിൽ ഇറങ്ങാനായിട്ട് ശ്രമിക്കണം. അങ്ങനെയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അത് പൂർണ്ണമായി മാറിയതിന് ശേഷം മാത്രമേ അത് അടുത്ത മാച്ചസിലോട്ട് കടക്കാനായിട്ട് നമുക്ക്, അതല്ലെങ്കിൽ വീണ്ടും ആ ഇഞ്ചുറി നമ്മളെ പിന്തുടരുകയും നമുക്ക് വീണ്ടും പല മാച്ചസും മിസ്സാവാനായിട്ട് അത് ഒരുപാട് നമ്മളെ അത് അലട്ടുകയും ചെയ്യും. ആ പരിക്ക് നമ്മളെ പെർഫോമൻസിനെ വളരെ നല്ല രീതിയിൽ ബാധിക്കുകയും ചെയ്യും. അപ്പോൾ മാക്സിമം ഞാൻ ചെയ്യാറുള്ളത് മാക്സിമം പരിക്കുണ്ടായതിനെ പൂർണ്ണമായിട്ട് റെസ്റ്റ് എടുത്ത് അതിനെ മാറ്റുക എന്നതാണ് എൻ്റെ ഒരു ശൈലി. ഫുട്ബോളിൽ നിങ്ങളുടെ റോൾ മോഡൽ ആരാണ്? ഇൻ വേൾഡ് വൈഡ് 2 ഇതിഹാസങ്ങളാണുള്ളത്, ക്രിസ്ത്യാനോ റൊണാൾഡോ, മെസ്സി. ഞാൻ ക്രിസ്ത്യാനോ റൊണാൾഡോ ഫാനാണ്. എന്നാൽ ഒട്ടും തന്നെ മെസ്സിയെ മോശമായിട്ട് കാണുന്നുമില്ല. മെസ്സിയുടെ ഡ്രിബിളിങ്ങും ക്രിസ്ത്യാനോയുടെ സ്ട്രെങ്ത്തും ഇത് രണ്ടും ഒരു ഫുട്ബോൾ പ്ലെയറിന് അത്യാവശ്യമാണ്. എനിക്ക് കൂടുതൽ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഇത്രയും വയസ്സിലും ഈ വയസ്സിലും അദ്ദേഹം കളിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണുന്നത്. അവരുടെ ആ ഒരു ഡെഡിക്കേഷൻ, ഫുട്ബോളിനെ എങ്ങനെ കാണുന്നു അതിനെ പിന്തുടരുക. ഇപ്പോൾ വരുന്ന പ്ലേയേഴ്സും അതിനെ പിന്തുടരുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഡെഡിക്കേഷൻ എത്രത്തോളം നമ്മൾ ഫുട്ബോളിലോട്ട് കൊടുക്കുന്നു അത്രത്തോളം ഒരു വലിയൊരു നേട്ടം നിങ്ങൾക്ക് സാധിക്കാൻ പറ്റും. ഈ കേരളത്തിലാണെങ്കിൽ എനിക്ക് വിജയേട്ടനൊക്കെ ഞങ്ങൾ ഒരുമിച്ച് കളിച്ചതാണ്. ഞങ്ങൾ ജൂനിയർ ആയിരുന്നു, പുള്ളി സീനിയർ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കളിച്ചിട്ടുണ്ട്. വളരെ നല്ല എന്താ പറയുക, കളി കാണാൻ തന്നെ നല്ല രസമുള്ള ഒരു പ്രതിഭയാണ് അദ്ദേഹം. അതുപോലെ തന്നെ ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ ബോണിഫസ് അലക്സ്, പുള്ളിക്കാരനെ കണ്ടുകൊണ്ടാണ്, റോൾ മോഡലായി കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഫുട്ബോളിലോട്ട് കാലെടുത്ത് വെച്ചത് തന്നെ. അദ്ദേഹം തന്നെയാണ് ഞങ്ങളുടെ റോൾ മോഡൽ, എൻ്റെ സ്പെഷ്യലി. സന്തോഷ് ട്രോഫിക്ക് ശേഷം ഐ ലീഗ് അല്ലെങ്കിൽ ISL പോലുള്ള വലിയ ലീഗുകളിലേക്കുള്ള യാത്ര താങ്കൾ എങ്ങനെ കാണും? ആക്ച്വലി എൻ്റെ സമയത്ത് സന്തോഷ് ട്രോഫിക്ക് ശേഷം ഐ ലീഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഐ ലീഗിലേക്ക് എത്തപ്പെടാനായിട്ട് എനിക്ക് 2-3 ഓഫേഴ്സ് ഉണ്ടായിരുന്നു. ഓഫേഴ്സ് എന്ന് പറയുമ്പോൾ മഹീന്ദ്ര ആ സമയത്ത് നല്ല ടീമായിരുന്നു. മഹീന്ദ്ര യുണൈറ്റഡ്, എയർ ഇന്ത്യ എന്നീ ടീമുകളിലോട്ട് എനിക്ക് ഓഫർ ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്താണ് എനിക്ക് കേരള പോലീസിലോട്ട് ആദ്യമായി സ്പോർട്സ് കോട്ടയിൽ ജോലി ലഭിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് AG's ഓഫീസിലോട്ട് മാറുകയാണ്. AG's ഓഫീസിലോട്ട് സ്പോർട്സ് കോട്ടയിൽ എനിക്ക് വീണ്ടും ലഭിച്ചു. ഞാനത് പോലീസിൽ നിന്നും AG's ഓഫീസിലോട്ട് മാറുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ അവിടെയുള്ള ആ ഒരു ഐ ലീഗിലോട്ട് പ്രൊഫഷണൽ ഫുട്ബോളിലോട്ട് പോകാനുള്ള ഒരു അവസരം എനിക്ക് അവിടെ നഷ്ടമായി. ഫുട്ബോൾ കരിയറായി തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്ന പുതിയ കുട്ടികളോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ഫുട്ബോൾ കരിയറായി തിരഞ്ഞെടുക്കുകയാണെന്ന് നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ ഫുട്ബോളിനെ വളരെ നന്നായിട്ട് ആസ്വദിക്കാനും അത് കണ്ടു പഠിക്കാനും മാത്രമല്ല, ഗ്രൗണ്ടിൽ പൂർണ്ണമായിട്ടുള്ള നിങ്ങളുടെ ഇൻവോൾവ്മെൻറ്റ് ഗ്രൗണ്ടിൽ കൊടുക്കുക. ഗ്രൗണ്ടിൽ കൊടുത്താൽ മാത്രമേ ആ ഗ്രൗണ്ടിൽ നിന്നുള്ള റിസൾട്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടത്തുള്ളൂ. ഫുട്ബോളിനെ ഒരു സൈഡ് ഒരു എൻ്റർടൈൻമെൻറ്റ് മാത്രമേ മാറ്റിയാൽ ആ ഒരു എൻ്റർടൈൻമെൻറ്റ് മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. പൂർണ്ണമായിട്ട് ഫുട്ബോളിനെ ഗ്രൗണ്ടിൽ അർപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഡെഡിക്കേഷൻ, അത് വർക്കൗട്ട്, നല്ല ഹാർഡ് വർക്ക് ചെയ്യുക. ഹാർഡ് വർക്ക് നിങ്ങൾക്ക് നല്ല റിസൾട്ട് തരും. ഒരുപാട് സമ്മർദ്ദങ്ങൾ വന്നിരുന്നാൽ കൂടി ഹാർഡ് വർക്ക് വീണ്ടും ചെയ്ത് അത് മുന്നോട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഫുട്ബോളിൽ ഒരു നല്ലൊരു മുന്നേറ്റം ഉണ്ടാകാൻ നിങ്ങളെ ഒരുപാട് സഹായിക്കും. അപ്പം ഇത്രയും നേരം നിങ്ങളുടെ കൂടെ സമയം ചെലവഴിച്ച് താങ്കൾക്ക് വളരെയധികം നന്ദി. താങ്ക് യു. എനിക്ക് ഈ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ കാര്യങ്ങൾ ഞങ്ങളുടെ എക്സ്പീരിയൻസ് മറ്റുള്ള കുട്ടികൾക്ക് ഉപകാരമാണ്, ഏതെങ്കിലും രീതിയിൽ ഉപകാരപ്പെടുന്നെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ് ഞാൻ കരുതുന്നു. നന്ദി, നമസ്കാരം.